എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഇന്ന് ഉണക്കയില കിട്ടിയിട്ടുണ്ടേ. ഉണക്കയിലെന്ന് കേൾക്കുമ്പോൾ തന്നെ വായു വെള്ളം വരും അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് കറി വയ്ക്കുന്നത്. അതേ ഉണക്കയില ഞാൻ 2 ഉണക്കയില എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിൻ്റെ കുറച്ച് ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപ്പൊന്നും പോകത്തില്ല, എന്നാലും നമുക്കത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. നമുക്ക് ഉണക്കമീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുക്കാവേ. ഇത് ഞാൻ പൂളി എടുത്തതിൻ്റെ ബാക്കിയുള്ള തേങ്ങയാണ്. കണ്ടോ, ഇതുപോരാ, ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ. എൻ്റെ അമ്മയുള്ളപ്പോൾ ഉണക്കമീൻ കറി വയ്ക്കുവേ എന്തൊരു ടേസ്റ്റാണോ. ആ ടേസ്റ്റൊന്നും ഞാനൊന്നും വെച്ചാൽ വരത്തില്ല എത്ര ശ്രമിച്ചാലും കേട്ടോ. എങ്കിലും ഞാനിന്ന് ഉണക്കമീൻ വെച്ചപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടേക്കാന്ന് വെച്ച് എടുത്തതാണ്. എല്ലാവരും ഉണക്കമീൻ കൊണ്ട് കറി വയ്ക്കുമായിരിക്കും അല്ലേ? ഞാൻ ഉണക്കയിലയും ചക്കക്കുരു മാങ്ങയും കൂടാണ് വെക്കുന്നത്. ഈ ഉണക്കമീൻ കറി വെക്കാനൊക്കെ ഉണ്ടല്ലോ, നല്ല പച്ച തേങ്ങ എടുക്കണം കേട്ടോ, വിളഞ്ഞ പച്ച തേങ്ങ. അല്ലാതെ ഉണക്ക തേങ്ങ എടുത്താൽ ആ മീനിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ. ഞാൻ ആ ഉണക്കമീൻ അയിലയില്ലേ അത് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ചക്കക്കുരും കൂടിയിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. ഉപ്പും ആ മീനിന് ഉപ്പുണ്ടല്ലോ, നല്ല ഉപ്പ് കാണും. അപ്പം ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഉപ്പ്. നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം. വേറെ ഒന്നും ഇടണ്ട, വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. കേട്ടോ, ചക്കക്കുരു വേകണമല്ലോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് ഞാനത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് വേകട്ടെ, മൂടി വെച്ച് നമുക്കതൊന്ന് വേകാനുണ്ട്. ഞാൻ ആ കറിക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിനും താഴെയുള്ള ഒരു തേങ്ങയുടെ ഒരു മുറിയാണേത്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉണക്കമീനൊക്കെ ആയതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ട നമുക്ക് കേട്ടോ. സാമാന്യം എരിവ് വേണം, എന്നാലും ഒത്തിരി വേണ്ട. നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കും. ഒരു ടേബിൾ സ്പൂൺ നിറച്ചില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കും. അപ്പം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 കഷ്ണം ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 8 കഷ്ണമുണ്ട്. ഇത് ചെറുതാണ് 2 കഷ്ണം, അതുകൊണ്ട് 8 കഷ്ണമുണ്ട്. അത് നമുക്ക് ഈ തേങ്ങ അരച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുക്കാം. അപ്പോൾ അത് വേകുമ്പോഴത്തേക്ക് നമുക്കിത് അരച്ചെടുക്കാം. പിന്നെ നമ്മളിത് പുളിക്ക് ആവശ്യമായ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ മുറിച്ച്. പിന്നെ ഒരു 3 പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. അത് വെന്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരും അയിലയൊക്കെ വെന്തോന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ടേ. നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പുളിക്ക് ആവശ്യമായ മാങ്ങയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്ക് ഓരോ രീതിയിലല്ലേ പുളി. ഈ അയില കഷ്ണം ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റാണ് ഉടയുന്നത്. കഷ്ണമായിട്ട് കിടക്കുകയൊന്നും വേണമെന്നില്ല. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതിലേക്ക് തന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വേകട്ടെ. അപ്പോൾ ഈ എരിവ് അല്ലാതെ പിടിക്കും. ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടുതലിരുന്നോട്ടെ, ഒന്ന് വേകുമ്പോഴത്തേക്ക് ഇതങ്ങ് വറ്റി കിട്ടിക്കോളും. അതുപോലെ ഞാൻ നല്ല വെണ്ണ പോലൊന്നും അല്ല അരച്ചിരിക്കുന്നത്, ചെറിയ തരിതരിപ്പായിട്ടാണ്. കണ്ടോ, ചെറിയ തരിതരിപ്പോടെ അരച്ചിരിക്കുന്നത് കണ്ടോ. നിങ്ങളൊന്ന് വെച്ച് നോക്കണേ, ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉണക്കയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊന്നും ചേർക്കണ്ടായിരുന്നേ, അതിലേക്ക് നല്ല ഉപ്പുണ്ടായിരുന്നു. കണ്ടോ, കഷ്ണമൊക്കെ പൊടിഞ്ഞു പോയി കേട്ടോ. ഉണക്കയിലേക്ക് അങ്ങനെ കഷ്ണം കിടക്കണ്ട, എന്നാലും ചിലതൊക്കെ കിടപ്പുണ്ടത് കണ്ടോ. നിങ്ങൾ വെച്ച് നോക്കണേ ഇങ്ങനെ ചക്കക്കുരു മാങ്ങയിട്ട്. പിന്നെ ചേമ്പും ഉണക്കയിലയും കൂടെ ഇട്ട് വയ്ക്കും. പക്ഷേ അപ്പോൾ അതിന് മാങ്ങ ചേർക്കത്തില്ല. കുടംപുളിയോ അല്ലെങ്കിൽ ആ പിഴുപുളിയില്ലേ, വാളംപുളി, അതോ ആയിരിക്കും ചേർക്കുന്നത്. പിന്നെ ഉണക്കയിലയും കായും കൂടെ വയ്ക്കും. അതും ഇതുപോലെ തന്നെ അരപ്പൊക്കെ സെയിം ആയിരിക്കും, മാങ്ങ ചേർക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. തേങ്ങയ്ക്കൊക്കെ എണ്ണമയം ഉള്ളതുകൊണ്ട് ഒത്തിരി വേണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം, എന്നിട്ട് മൂടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉണക്കയില കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.